ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 35 അധ്യായം 7 നിങ്ങളുടെ ജലയാത്രയ്ക്ക് വേണ്ട കാറ്റ്. നിങ്ങൾ റോഡിൽ കൂടി പോകുന്ന വശത്ത് ഒരു മദ്യപനെ കണ്ടാൽ മറുവശത്തേക്ക് മാറുക. വിശുദ്ധ നാട്ടിൽ ഞങ്ങൾ പാർക്കുന്ന സമയത്ത് തൻ്റെ മക്കൾക്ക് എൻ്റെ പിതാവ് സാധാരണ നൽകുന്ന ഒരു ഉപദേശമാണിത്. എല്ലാ പ്രഭാതങ്ങളിലും എൻ്റെ സഹോദരങ്ങൾ ഞാനുമായി കത്തോലിക്ക സ്കൂളിലേക്ക് നടന്നു പോകുമായിരുന്നു. ഒന്നിലധികം പ്രാവശ്യം പിതാവിൻ്റെ ഉപദേശം ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി തന്നെ അപ്പൻ്റെ വാക്കുകളോർത്ത് റോഡിൻ്റെ മറുവശത്ത് കടന്ന് മദ്യപനിൽ നിന്നും വളരെ അകലുന്നത് വരെ നടക്കാറുണ്ട്. അവൻ മത്തു പിടിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ ചെന്ന് അവനോട് ചോദിച്ചിട്ടില്ല. നിന്റെ വായൊന്ന് ഞാൻ മണത്തു നോക്കട്ടെ എന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കുട്ടികളാണെങ്കിലും അവൻ ഒരു സ്ഥിര മദ്യപാനിയാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അവൻ്റെ ചലനങ്ങളും മുഖത്തിൻ്റെ ഭാവവും വൃത്തികെട്ട വസ്ത്രധാരണവും അവനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പമായിരുന്നു. ഇംഗ്ലണ്ടുകാർ പറയാറുള്ളത് പോലെ കാറ്റിലെ 3 പൈങ്കിളികളെ പോലെയായിരുന്നു അവൻ. ദൈവത്തിന് ചേരാത്ത വിധത്തിൽ അവൻ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം ലളിതമാണ്. തെറ്റായ ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലാണ് അവൻ. തെറ്റായ സ്വാധീനത്തിൽ അവൻ ചുറ്റപ്പെട്ടിരിക്കുന്നു. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, എന്നാൽ ആത്മാവിൽ നിറവിൻ എന്ന് പൗലോസ് മറുപൊരുളൊന്നും കൂടാതെ പറയുന്നുണ്ടല്ലോ. കലാപനിർഭരമായ ജീവിതവും നീതിപൂർവമായ ജീവിതവും തമ്മിലുള്ള വൈരുദ്ധ്യം ശ്രദ്ധിക്കുക. ദൈവികമല്ലാത്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നു. മദ്യപാനം അതിന് കാരണമായി തീരുമെന്നാണ് പൗലോസ് പറയുന്ന മുന്നറിയിപ്പ്. ഒരു പുരുഷനോ സ്ത്രീയോ മദ്യം കൊണ്ട് നിയന്ത്രിക്കപ്പെടാമെങ്കിൽ പരിശുദ്ധാത്മാവിന് എത്രയധികമായി ജീവിതങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയും? ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുവാൻ പ്രയാസമുണ്ടോ? ഒട്ടുമില്ല. മനസ്സും ഹൃദയവും ദൈവത്തിൽ നിന്ന് പ്രകാശവർഷങ്ങൾ അകലെ സൂക്ഷിക്കുന്ന ജീവിതങ്ങളെ നാം അനുദിനം കാണാറുണ്ടല്ലോ. അത് വളരെ സ്പഷ്ടമാണ്. അവരുടെ ഭാഷയിൽ നമുക്കത് കേൾക്കാം, അവരുടെ പ്രവൃത്തികളിൽ അത് കാണാം. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ചലനവും സാത്താൻ തന്നെ നേരിട്ട് നിയന്ത്രിക്കുന്നതായി നമുക്ക് തോന്നും. എന്നാൽ പരിശുദ്ധാത്മാവുമായി സന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് എന്തു പറയുന്നു? ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ബാഹ്യ പ്രകടനങ്ങൾ എന്തൊക്കെയാണ്? അത് അനവധിയാണ്. ഞെട്ടിപ്പിക്കുന്ന വിധമുള്ള രൂപാന്തരണം അത് വിശദീകരിക്കാവുന്നതിന് അതീതമാണ്. തുടർന്ന് പ്രയോജനപ്രദമായ അവതരണങ്ങൾ ഓരോ ചലനത്തിലും വർദ്ധിച്ചു വരുന്നു. തുടർന്ന് പൗലോസ് പറയുന്നത് ആത്മാവിൽ നിറവിൻ എന്നാണല്ലോ. അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പരിശുദ്ധാത്മാവായ മണ്ണിൽ വിത്ത് വിതച്ച് സ്വർഗീയമായ കൊയ്ത്തു നടത്തുന്നത് പോലെയാണത്. ആത്മപൂരിതമായ ഒരു ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒന്നാമത്തെ പ്രകടനം വ്യത്യസ്തപ്പെട്ട സംസാര രീതിയാണ്. അപ്പോസ്തലൻ പറയുന്നത് നാം സങ്കീർത്തനങ്ങളാൽ തമ്മിൽ സംസാരിക്കണമെന്നാണ്. സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നത് പോലെ നാം സംസാരിക്കുന്നുവെങ്കിൽ ഈ ലോകം എത്ര അവിശ്വസനീയമായ നിലവാരത്തിലുള്ളതായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുമോ? ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ പദങ്ങളെക്കാളും അധികം സംസാരിക്കുന്ന പദം ഐ, ഞാൻ എന്നാണ്. അടുത്ത കാലത്ത് നടത്തിയ ഒരു നിരീക്ഷണത്തിൽ നിന്നും ഇത് തെളിഞ്ഞിരിക്കുന്നു. എന്നാൽ ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതത്തിന് വ്യത്യസ്തമായ ഒരു പദസഞ്ചയമുണ്ട്. അത് സ്വയത്തിൽ കേന്ദ്രീകരിച്ചുള്ളതല്ല, അത് ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്. പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് യഹോവയെ സ്തുതിപ്പിൻ, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്നൊക്കെയാണ്. പൗലോസ് പറയുന്ന രണ്ടാമത്തെ അടയാളം ഒരു പുതിയ ഗാനം നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ്. നിങ്ങൾ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും എന്നാണല്ലോ വേദവാക്യം. ഇത് ഒരു പുതുഗാനത്തെക്കാൾ വളരെ ശ്രേഷ്ഠമാണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നടക്കുന്ന ഒരു വ്യതിയാനമാണ്. അന്തരംഗത്തിൽ ഒരു രൂപാന്തരം സംഭവിക്കുമ്പോൾ ഒരു മന്ത്രധ്വനി പതഞ്ഞു പൊങ്ങി വരും. അത് സ്വതസിദ്ധമായ ഒരു പ്രതികരണമാണ്. ഒരു നല്ല പാട്ടുകാരനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും ഞാൻ പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ ചുണ്ടുകളിൽ ഒരു ഗാനം തന്നെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ പ്രത്യക്ഷ അടയാളം നിങ്ങൾ സ്തോത്രം ചെയ്തു തുടങ്ങുമെന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. എല്ലാറ്റിനായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായി പെട്ടെന്ന് നിങ്ങൾ ആയിത്തീരും. നല്ലതിനു വേണ്ടിയും വേണ്ട വിധത്തിൽ നല്ലതല്ലാത്തതിനു വേണ്ടിയും നിങ്ങൾ അവന് സ്തോത്രം ചെയ്യും.
നിങ്ങൾക്ക് വേണ്ടതെന്തെന്ന് ശരിയായി അറിഞ്ഞുകൊണ്ട് കൃപ പകരുന്ന ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കും. നിങ്ങളുടെ സമീപന രീതിക്കും വ്യത്യാസമുണ്ടാകും. സംഭവിച്ചതെന്തായാലും നിങ്ങൾ സ്തോത്രമെന്ന് പറയും. സ്പഷ്ടമായ നാലാമത്തെ അടയാളം നിങ്ങളൊരു ദാസനായി തീരുമെന്നതാണ്. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ എന്നാണ് വചനം പറയുന്നത്. സ്നേഹത്തിൽ അന്യോന്യം ബഹുമാനിപ്പിൻ എന്ന് പറയുന്നത് അതുതന്നെ. ജനത്തെ സഹായിപ്പാൻ നിങ്ങളുടെ ഹൃദയം വെമ്പൽ കൊള്ളും. എന്നോട് പറയുക, ഞാനത് ചെയ്യാം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പറയുന്ന ഒരു നിലയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും. ആത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക? ചിലർ കരുതുന്നത് ഒരു ഹോണ്ട കാർ പെട്രോൾ പമ്പിൽ കയറ്റി നിറച്ച് ഇന്ധനം ശേഖരിക്കുന്നത് പോലെയാണെന്നാണ്. എന്നാൽ ഒരിക്കലും അതങ്ങനെയല്ല. എൻ്റെ പ്രസംഗപീഠത്തിൽ ഒരു കുപ്പിയിൽ അല്പം എണ്ണ ഞാൻ കരുതിയിരിക്കും. സൗഖ്യത്തിന് പ്രാർത്ഥിക്കുവാൻ വരുന്നവരുടെ മേൽ വചനം പറയുന്നത് പോലെ ഞാനത് പൂശാറുണ്ട്. അത് വളരെ ലളിതവും ചെറുതുമായ ഒരു കുപ്പിയാണ്. ഒലിവെണ്ണയാണ് ഞാൻ സാധാരണമായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഞാൻ ഉപയോഗിക്കുന്നതോടെ അത് തീർന്നു കഴിഞ്ഞു. കുപ്പി വീണ്ടും തനിയെ നിറയാറില്ല. നിറഞ്ഞു വരുവിൻ എന്ന എഫേസ്യ ലേഖനത്തിലെ വാക്കുകൾക്ക് ഒരു കുപ്പിയോ മറ്റു പാത്രമോ നിറയുന്നതിനോട് ബന്ധമൊന്നുമില്ല. ഗ്രീക്ക് ഭാഷയിൽ ഈ ഭാഗത്ത് വർത്തമാനകാല പ്രസ്താവനയാണുള്ളത്. ഒന്നുകൊണ്ട് ഒരിക്കലായി നിറയപ്പെടുന്ന അവസ്ഥയല്ല, അത് തുടർന്നുകൊണ്ടിരിക്കുന്ന അനുഭവത്തെ കാണിക്കുന്നതാണ്. വിനോദത്തിന് ഉപയോഗിക്കുന്ന ഒരു കൊച്ചു പായ്വഞ്ചിയിൽ നിങ്ങൾ ഒരു ദിവസം ചെലവഴിച്ചിട്ടുണ്ടോ? അത് വളരെ പുളകം നൽകുന്ന ഒരു അനുഭവമാണ്. അതിൻ്റെ പായ് ഉയർത്തി കഴിയുമ്പോൾ വഞ്ചിക്ക് എന്ത് സംഭവിക്കുന്നു? അത് ചലിച്ചു തുടങ്ങുന്നു. അതുതന്നെയാണ് പൗലോസും പറയുന്നത്. നിങ്ങൾ നിറഞ്ഞു വരുവീൻ എന്ന് അവൻ പറയുന്നത് ചലനമില്ലാതെയിരിക്കുന്ന ഒരു പാത്രം പോലെയല്ല, ചലിക്കുന്ന വഞ്ചി പോലെയാകണമെന്നാണ്. വീണ്ടും വീണ്ടും നിറയപ്പെടുക. ആത്മാവിൻ്റെ അവസാനിക്കാത്ത ഇളം തെന്നലിനാൽ നിങ്ങളുടെ ആത്മീക വഞ്ചി മുമ്പോട്ട് ചലിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം.